ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കർണാടകക്കാരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. അതിൻ്റെ പേരാണ് നാച്ചിൻ ഉണ്ടേ. അത് അവർ ഉണ്ട പിടിച്ചാണ് അത് അവർ സ്റ്റീം ചെയ്താണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചുകൂടെ അതിൻ്റെ ബാറ്ററാക്കി ഇഡ്ഡലി ബാറ്റർ പോലെ ലൂസ് ബാറ്റർ ആക്കിയിട്ട് നമുക്ക് അത് ഇഡ്ഡലി പോലെ സ്റ്റീം ചെയ്തും എടുക്കാം. അത് പരിപ്പുകളും വെജിറ്റബിൾസും കൂടെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനെയാണത് ഇരിക്കുന്നത്. ഫൈനൽ പ്രോഡക്റ്റ് കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. അതിനായിട്ട് നമ്മൾ പരിപ്പുകളാണ് കുതിർത്ത് അരയ്ക്കുന്നത്. നമുക്ക് അരിയില്ല. ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, പിന്നെ ചുമന്ന റെഡ് ലെൻറ്റിൽ എന്ന് പറയുന്ന ചുമന്ന പരിപ്പ്. സാധാരണ അവർ എടുക്കുന്നത് ഈ രണ്ട് പരിപ്പുകൾ, തുവരപ്പരിപ്പും ചുമന്ന പരിപ്പും. അതിൻ്റെ കൂടെ കടലപ്പരിപ്പും പലരും എടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പരിപ്പുകൾ എടുത്തത്. പരിപ്പെല്ലാം ഒരേ അളവിലാണ് എടുത്തത്. എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് ഇത്രയും മതി. ഇത് 80 ml 1/3 കപ്പ്. ഓരോ പരിപ്പും 1/3 കപ്പ് എടുത്താണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചത്. ഇന്നലെ സോക്ക് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്താൽ മതി. പക്ഷേ രാവിലെ ഇത് എടുക്കേണ്ടത് കൊണ്ട് ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പേ സോക്ക് ചെയ്താണ്. ഇതിപ്പോൾ വെള്ളം വാലാനായിട്ട് അരിപ്പയ്ക്കകത്ത് കഴുകി എടുത്ത് വെച്ചതാണ്. ഇനി ഈ പരിപ്പിനകത്ത് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, നിങ്ങളുടെ എരിവനുസരിച്ച് കൂടുതൽ ചേർക്കാം, ഒരു ചുമന്ന മുളക്, പിന്നെ കുറച്ച് കരിവേപ്പില, മല്ലിയില. ഇതൊക്കെ മല്ലിയിലയൊക്കെ ഇത്രയും കിട്ടിയുള്ളൂ. ഓണം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നില്ല. പിന്നീട് നമുക്ക് വേണ്ടുന്നത് കുറച്ച് പച്ചക്കറികളാണ്. ഇവിടെ ചീരയും മുരിങ്ങയിലയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ അമരപ്പയറാണ്. ഇത് വീടിൻ്റെ മുറ്റത്ത് നിന്ന സാധനങ്ങളാണ്. ക്യാരറ്റ് വാങ്ങിച്ചത് ബാക്കിയുണ്ടായിരുന്നതാണ്. ക്യാരറ്റ്, ക്യാബേജ്, ഇത്രയാണ് ഞാൻ എടുത്ത പച്ചക്കറികൾ. ഈ പച്ചക്കറികൾ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ അത് പൊട്ടി വരും. ഇതിനെ നമ്മൾ ഇച്ചിരി സോഫ്റ്റ് ആക്കണം. സോഫ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഈ പച്ചക്കറികളിനെ ഒന്ന് പതുക്കെ ഒരു പാനിൽ വെച്ച് അടച്ചു വെച്ച് ഇച്ചിരി ഉപ്പും തളിച്ച് അടച്ചു വെച്ച് സ്റ്റീം ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കുറച്ച് സോഫ്റ്റ് ആകും. അപ്പം നമുക്ക് നമ്മുടെ മാവിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് ഈ ഈ പരിപ്പ് നമുക്ക് അരയ്ക്കണം. പരിപ്പ് അരയ്ക്കുമ്പോൾ കുറച്ച് പരിപ്പ്, അതായത് ഒരു പിടി പരിപ്പ് ഞാൻ എടുത്ത് മിക്സിക്കകത്ത് ഇടുക. നമുക്ക് മിക്സി കാണാൻ പറ്റും. ഒരു പിടി പരിപ്പ് മിക്സിയിലിട്ടു. ബാക്കി പരിപ്പ് ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ്. ഈ നല്ലതുപോലെ അരച്ചെടുക്കുന്നതിനകത്തോട്ടാണ് ഈ മല്ലിയിലയും മറ്റുള്ള സാധനങ്ങളും ഇടുന്നത്. മല്ലിയിലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇത് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള പരിപ്പ് കോഴ്സായിട്ട് അരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതും അരച്ച് പച്ചക്കറികൾ സ്റ്റീം ചെയ്തിട്ട് ബാക്കി കാണിക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി. ഇത് നല്ലതുപോലെ അരയണമെങ്കിൽ വലിയ ജാറിലുള്ള ക്വാണ്ടിറ്റി ഇല്ല. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ അരച്ചു. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഈ പേസ്റ്റ് മാറ്റിയിട്ട് ഈ ബാക്കിയുള്ള പരിപ്പ് അത്ര അരയാതെ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഡ്രിങ്കിങ് വാട്ടറാണ് ഇത് വെച്ചാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത്. ഇത് തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇത് പകുതിയാണ്. ഇനി ഒരു ബാച്ചും കൂടെ ഉണ്ട്. അതും കൂടെ അരച്ചിട്ട് ഇതെല്ലാം കൂടെ പച്ചക്കറികളും എടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യും. അകം ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഒരു നുള്ള്, കാണാമെന്ന് തോന്നുന്നു, ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു നുള്ളേ ഉള്ളൂ, കൊച്ചു സ്പൂണാണ്. ഒരു നുള്ള് സോഡാപ്പൊടി കൂടെ ചേർക്കുകയാണ്, ബേക്കിംഗ് സോഡ. അല്ലെങ്കിൽ ചിലപ്പോൾ അകം വെന്തില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. അവർ പറഞ്ഞായിരുന്നു, എന്നോട് റെസിപ്പി പറഞ്ഞ ആൾ പറഞ്ഞു വേണമെങ്കിൽ സോഡാപ്പൊടി ചേർത്താൽ അകം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുമെന്ന്. അതുകൊണ്ട് സോഡാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം. തൈരും സോഡാപ്പൊടിയും ചേർക്കാം. ഇതൊക്കെ ചേർത്ത് നമുക്ക് വേരിയേഷൻസ് ഉണ്ടാക്കാം. ആവിയിൽ വെച്ച പച്ചക്കറികളാണ്. രണ്ടാമത്തെ ബാച്ച് സോഡാപ്പൊടിയും ചേർത്ത് അരച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് സ്പിന്നിൽ ഞാൻ ഇതും കൂടെ ഇട്ടാൽ അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരും. പിന്നീട് ഇതിൻ്റെ കൂടെ കൈകൊണ്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മിക്സ് ചെയ്ത് വരുമെന്ന് മാത്രമല്ല ചെറിയതായിട്ട് ഒന്ന് പൊടിഞ്ഞും കിട്ടും. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സൈഡിൽ പറ്റിയിരിക്കും. മിക്സി അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത 1 ടേബിൾ സ്പൂൺ വെള്ളമല്ലാതെ ഇതിൽ വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല. ഈ കുതിർന്ന വെള്ളവും പച്ചക്കറിയിലെ വെള്ളവും
പച്ചക്കറിയിലെ വെള്ളം നമ്മൾ ആവി കയറ്റുമ്പോൾ കുറേയൊക്കെ വറ്റിപ്പോവും. ഇതെല്ലാമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പച്ചക്കറിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് ചേർക്കണം. അത് ഇതിന് എത്ര ഉപ്പുണ്ട്, പച്ചക്കറിയുടെ ഉപ്പ് കൂടിയോ എന്നൊക്കെ നോക്കിയ ശേഷം ഇതിലും കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം, 1/2 ടീസ്പൂണിൽ അല്പം അധികം ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം തറവായിട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി നേരം വെച്ച ശേഷം ഇതിനി ഉരുട്ടി അപ്പച്ചമ്പിൻ്റെ തട്ടിൽ വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഈ മാവ്, ഈ പരിപ്പ് കുതിർത്തുന്നതും ഈ പച്ചക്കറി എല്ലാം അരിഞ്ഞ് വഴട്ടിയെല്ലാം സ്റ്റീം ചെയ്ത് വെക്കുന്നതും ഒക്കെ തലേ ദിവസം ചെയ്യാം. രാവിലെ അരച്ച് ഉരുട്ടി എടുക്കാം. അല്ലെങ്കിൽ അരച്ച് നമുക്ക് ഈ ബാറ്റർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഇത് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ഇത് രാവിലെ ഇത്രയും ജോലികൾ ഒന്നിച്ച് ചെയ്യുകയും അതിൻ്റെ പാത്രങ്ങൾ കഴുകുകയും ചെയ്യുന്നതിലും എളുപ്പം നമ്മൾക്ക് ഇതെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ്. പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ വേണമെങ്കിൽ ഇതിൽ അല്പം കായം കൂടെ ചേർക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടെ നല്ല രുചിയായിരിക്കും. അല്ല ജീരകം പൊടിയോ കായമോ ചേർത്താലും നല്ലതാണ്. ഞാനിതിൽ ഒരു 1/4 സ്പൂൺ ഒരു നുള്ളു കായവും ചേർത്തു. കാരണം പരിപ്പുകളല്ലേ, കായം ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ്. നമ്മളിതിനകത്ത് ഇഞ്ചി ചേർത്തിട്ടുണ്ട്, എന്നാലും കായവും കൂടെ ചേർത്തിട്ടുണ്ട്. സോക്ക് ചെയ്തതായതുകൊണ്ട് അതിനകത്തുള്ള ഫൈറ്റിക് ആസിഡൊക്കെ പോയി കാണും, മാറിപ്പോവും, 90% പോകും. അതുകൊണ്ട് ഗ്യാസ് ഉണ്ടാകാറില്ല. തട്ടത്തിൽ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലിയുടെ ഷേപ്പിൽ വെക്കാം. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പോലെ അവരുടെ ഇത് ഇങ്ങനെ നീളത്തിലുള്ള ഈ ഷേപ്പിലാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ ഒരു തട്ടിനുള്ളത് ഉണ്ടാക്കി വച്ചിട്ട് ബാക്കിയുള്ള മാവ് അടുത്ത ബാച്ചായിട്ട് വെക്കാം. അപ്പോൾ ഒരെണ്ണം ആകുമ്പോൾ നമുക്ക് കാണാം. ഇത് ഇങ്ങനെ നമുക്ക് 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഇത്രയും പരിപ്പ് അധികം വെള്ളമില്ലാതെ ഉള്ള പരിപ്പായതുകൊണ്ട് ഇത് വെന്ത് കിട്ടണമല്ലോ. എന്നിട്ട് ഇത് വെന്തതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നമുക്ക് 20 മിനിറ്റെങ്കിലും വേവിക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു അകമൊന്നും നനവൊന്നുമില്ല, നല്ല വെന്തതുപോലെ ഇരിക്കുന്നു. ഒന്ന് തൊട്ട് നോക്കാം. ഇതെല്ലാം നല്ല ഫേമായി വെന്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. പിന്നെ കുതിർന്ന വെള്ളമുണ്ട്. ഞാനിത് തേങ്ങ ചമ്മന്തി കൂട്ടിയാണ് കഴിച്ചു നോക്കിയത്. നല്ല ടേസ്റ്റാണ്. പരിപ്പ് വട, മസാല വട എന്നൊക്കെ പറയുന്ന പരിപ്പ് വടയുടെ അതേ രുചിയാണ്. പക്ഷേ ആ ഫ്രൈഡ് ക്രിസ്പിനെസ് ഇല്ല. പക്ഷേ ഇത് നമുക്ക് ഒരു രാവിലത്തേക്ക് ഒരു സേവറി ആൻഡ് പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറയുന്നതനുസരിച്ചുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. ഇത് നമ്മൾ കുറച്ചുകൂടെ